ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ കാർ ഇന്ന് ഡെലിവറി എടുക്കുന്ന ദിവസമാണ്. എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ അടുത്ത് ഇന്ന് വണ്ടി തരുമെന്നല്ല പറഞ്ഞത്, ഇന്ന് ശനിയാഴ്ചയാണ്. എനിക്ക് തിങ്കളാഴ്ചയോട് കൂടിയിട്ട് വണ്ടി തരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇരുന്നത്. ഞാൻ ഇന്ന് വണ്ടി കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. ഒരു കാര്യമില്ല വെച്ചാൽ പറയാൻ ഞാൻ കാര്യം 15 ദിവസമായി. ഞാൻ 17-ാം തീയതിയാണ് കാറ് ബുക്ക് ചെയ്തത്. ഇന്ന് 28 ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ഡിലേ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാത്തിരുന്ന് കിട്ടുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. സത്യമായിട്ട് എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ആദ്യം കാറ് മേടിച്ച സമയത്തും ഇതേ ഒരു ഫീലിംഗ് തന്നെ ആയിരുന്നു. ഇപ്പോൾ കാറ് മേടിക്കുമ്പോഴും അതേ ഫീലിംഗ് തന്നെയാണ്. പറഞ്ഞല്ലോ ഗൈസ്, എനിക്ക് പോകാനും വരാനും എനിക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താറിനകത്ത് എല്ലായിടത്തും എനിക്ക് പോകാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, അത് നമുക്ക് കറക്റ്റ് മനസ്സിലായത് അന്ന് തമിഴ്നാട് പോയ സമയത്ത്. ഇന്ന് പിന്നെ പോയിട്ട് വന്നതിന് ശേഷം അമ്മയ്ക്ക് നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പുതിയ കാറ് മേടിച്ചേ പറ്റത്തുള്ളത്. അങ്ങനെയാണ് പിന്നെ പോയി കാറ് ബുക്ക് ചെയ്തത്. എൻ്റെ സൗണ്ട് വയ്യ കേട്ടോ, എനിക്ക് പനിയാണ്. എനിക്ക് 2 ദിവസമായിട്ട് നല്ല പനിയാണ്. തിങ്കളാഴ്ചയെ വണ്ടി കിട്ടത്തുള്ളൂ. അപ്പോഴത്തേന് ഇന്ന് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തിങ്കളാഴ്ച ആകുമ്പോൾ ഞാൻ റെഡിയാവുമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല ഗൈസ്, ഓക്കെയാണ്. പിന്നെ സൗണ്ടിന് ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് ഒരു എനർജി അങ്ങോട്ട് വരുന്നില്ല, അങ്ങോട്ട് പനി ആയതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ പിടിക്കുന്നുണ്ട്. വണ്ടി കിട്ടുമ്പോ കൊച്ചിന്റെ സകല മൂടും പോകും. അതെ, സകല മൂടും പോകുന്ന ആന്ന് തോന്നുന്നു. സകല മൂഡ് ഓണാവുന്നല്ലേ? ഓ അങ്ങനെ, അതായിരിക്കും ഉദ്ദേശം. ഓക്കെ. പിന്നെ ഞങ്ങള് പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടോ. ഞാനൊരു ഷർട്ട് എടുത്ത്, അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്ത്, രണ്ടുപേരും മാച്ചിങ് ഡ്രസ്സൊക്കെ കേട്ടോ എടുത്തത്. പക്ഷെ കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. എന്തായാലും കൊള്ളാം, രണ്ടുപേരും ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട്. എന്റെ മാത്രം മാറിപ്പോയില്ലേ ഡ്രസ്സ്? എന്നാ ഞാനും നീല എടുക്കായിരുന്നു. പുറത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര വെയിലാ ഇപ്പൊ. ഇറങ്ങങ്ങോട്ട്. 2:30 ആയി. എനിക്ക് 3 മണിക്ക് വണ്ടി ഡെലിവറി എടുക്കാനുള്ളതാ. ഡിലേ ആയാൽ പറ്റത്തില്ല. എന്റെ വണ്ടി വെയിലത്ത് കിടക്കുമായിരിക്കൂ. ഇവരങ്ങ് താമസം. പിന്നെ അപ്പോഴേ പോയി അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സും എനിക്കും ഷർട്ടൊക്കെ എടുത്ത്. അതെ, അളിയ ഒരു ഹായ് പറയൂ. ഹായ് അളിയ, ഹായ് ആണിപ്പോ കയ്യേലും എനിക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ട്രിവാൻഡ്രം. ഇതങ്ങോട്ട് എത്തുന്നില്ലല്ലോ, കുറെ നേരമായി. ഒന്നും ചെയ്യണ്ടല്ലേ. അമ്മയ്ക്ക് പട്ടിക്കുഞ്ഞിനെ വേണോ? അത് നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും റോഡ് സൈഡിൽ വല്ലതും കാണും പട്ടിക്കുഞ്ഞ്, നമുക്ക് എടുത്തോണ്ട് വരാം. രാജപാളയോ? പുലിമുരുകന്റെ അകത്തല്ലായിരുന്നാ? രാജപാളയല്ലേ? ഉണങ്ങി വലിഞ്ഞ് തേഞ്ഞിരിക്കുന്ന ഒരു പട്ടിയുണ്ടല്ലോ, പൊക്കമുള്ളത്. എനിക്ക് പട്ടികളെ പറ്റിയൊന്നും വലിയ അറിവില്ല കേട്ടോ. എന്തുവാ ചെവി തൂങ്ങി അങ്ങനെ കിടക്കുന്ന ആട്? ചെവിയൊക്കെ തൂങ്ങി കിടക്കുന്ന ആടാണമ്മ. ബീഗിളാണ് ഉദ്ദേശിച്ചത്. പോണ വഴിക്ക് നമുക്ക് ചെറുനാരങ്ങ മേടിക്കണം കേട്ടോ, വണ്ടിയുടെ അച്ചാറിടാനല്ലളിയാ, വണ്ടിയുടെ മറ്റേ ടയറിന്റെ ഇടയിൽ വെക്കാൻ വേണ്ടിട്ട്. പക്ഷെ വീട്ടിൽ നിന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മറ്റേ കമ്പിളി നാരങ്ങ എടുത്തോണ്ട് വരായിരുന്നില്ലേ ചേച്ചാ? അതാവുമ്പോ കുറച്ച് വലുതായിട്ടിരുന്നേനായിരുന്നു. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഷോറൂമിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ടല്ലോ. ഇതിലൊന്നും നമ്മുടെ വണ്ടിയില്ല. നമ്മുടെ വണ്ടി പുറത്ത് എവിടെയാണ്. ഞങ്ങൾ വന്നപ്പോഴത്തേന് കുറച്ച് ലേറ്റായി, ട്രാഫിക് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് സമയത്ത് എത്താൻ പറ്റില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്, ഗ്രാൻഡ് വിറ്റാര. വൈറ്റ് കളറാണ് ഞാൻ ബുക്ക് ചെയ്തത്. കീ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അച്ഛാ, കീ ഇന്നടുത്ത്.
അമ്മ ഫ്രണ്ടിൽ കയറിയോ? ഫ്രണ്ടിൽ കയറി അമ്മ ഫ്രണ്ടിൽ കയറി. ഗൈസ് അപ്പോൾ അച്ഛനും അമ്മയും കൂടെ കേട്ടോ ആദ്യം വണ്ടി എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം വണ്ടി എടുത്ത സമയത്തും അച്ഛൻ തന്നെയാണ് വണ്ടി എടുത്തത്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ തന്നെ എടുക്കുന്നത്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. കയറിയോ? ഹേ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ കിട്ടി. ഇനി പെട്രോൾ അടിക്കുക, വീട്ടിലോട്ട് പോവുക. അതാണ് അടുത്ത പരിപാടി. വണ്ടി എങ്ങനെ ഉണ്ടോ ചാ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ അമ്മ? ഹേ ഗൈസ്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡ്രൈവാണ് സുഹൃത്തുക്കളെ. ഓക്കെ ഈശ്വരാ, ലെറ്റ്സ് ഗോ ഗൈസ്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് പോലും ഞാൻ ചെയ്ത് നോക്കിയില്ല കേട്ടോ. നേരെ വന്നു, വണ്ടി ബുക്ക് ചെയ്തു, പോയി. അതാണ് സംഭവം. ഞാൻ നേരെ വന്നിട്ട് വണ്ടി ഞാൻ സാധാരണ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്ത് നോക്കിയിട്ടില്ല ഗൈസ്. പുളി ഗൈസ്, സീരിയസ്ലി പുളി. ഓനെ വിഷയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി. എനിക്ക് സത്യം പറഞ്ഞാലേ എൻ്റെ കിളി പോയിരിക്കുക, എക്സൈറ്റ്മെന്റ് കൂട്ടിയിട്ടേ. അതെ അതെ, എക്സൈറ്റ്മെന്റ് കൂട്ടിയിട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ആദ്യം നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാം. അയ്യോ, ഇത് പെട്രോൾ ആയിരുന്നാ ഡീസൽ ആയിരുന്നാ? മാരുതിയുടെ വണ്ടിയെല്ലാം പെട്രോളാണ് കേട്ടോ. ഡീസൽ എഞ്ചിന് മാരുതി നിർത്തി. ഇനിയിപ്പോൾ പെട്രോൾ എഞ്ചിൻ മാത്രമേ കിട്ടത്തുള്ളൂ. 2000 രൂപ കടി. ഇല്ല, ഫുൾ ടാങ്ക് ഒന്നും വേണ്ട, അത്രയ്ക്കൊന്നും റിച്ച് അല്ല. ഞാൻ എടുത്ത വേരിയന്റ് സിഗ്മ വേരിയന്റ് ആണ്. ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയത് സിഗ്മ വേരിയന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സിഗ്മ എടുത്തത്. ഇതിനകത്ത് സിസ്റ്റം വരുന്നില്ല, അത് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. 2-3 ലക്ഷം രൂപ കൂട്ടി കൊടുത്തിട്ട് ഒരു അലോയ് വീലിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസിന് വേണ്ടിയിട്ട് വേറൊരു വേരിയന്റ് എടുക്കണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഈ കമ്പനി അലോയ് ആയാലും ഞാനത് ഇടൂല. അലോയ്സും കാര്യങ്ങളെല്ലാം നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്യും. പൊതുവേ എനിക്ക് വൈറ്റ് വെള്ള വണ്ടികളോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ വണ്ടിയുടെ വൈറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മാരുതിയുടെ വണ്ടി നമുക്കറിയാലോ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നാൾ യൂസ് ചെയ്തത് മാരുതി തന്നെയാണ്. അപ്പം ഓടിക്കുന്ന ഫീല് ഏതായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു കുറച്ച് ഹൈറ്റിലും കൂടെ ആയതുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. അമ്മയ്ക്ക് ഓടിക്കണമെന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എടുക്കാറുണ്ട് ഡെലിവറി അല്ലേ ചാ? അമ്മ ഇനി ഞാൻ പുതിയ കാർ മേടിക്കുന്ന സമയത്ത് അമ്മ ഡെലിവറി എടുക്കണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ അപ്പോഴത്തേനും അമ്മ പഠിക്കണം ഓടിച്ച്. അത് കിട്ടും, ഓടിച്ച പഠിച്ചാ അമ്മയ്ക്ക് ഡെലിവറി. ഹലോ ളിയാ, ഓടുമ്പോ ഹാൻഡ് ബ്രേക്ക് ഇട്ടല്ലോ. അയ്യോ, ഞാൻ ഇതൊക്കെ എന്താ? കണ്ണാടി ഉണ്ടോ ഇതിനകത്ത്? കണ്ണാടി ഉണ്ടോ? ആ, കണ്ണാടിയെ കൊണ്ടോ നമുക്ക് ഇതിനകത്ത് മൂഞ്ചിയൊക്കെ നോക്കാം. ചീപ്പാ അല്ല, പൗഡറും സോപ്പും എല്ലാം ഇവിടെ എടുത്ത് വെക്കാം ഇതിനകത്ത്. ആ, ലൈറ്റ്, ആ അതിനകത്ത് ലൈറ്റ് ഉണ്ട്. ആ, 2 ലൈറ്റ് കേട്ടോ, 2 ലൈറ്റ്. അവിടെ ലൈറ്റ് ഉണ്ട്, അവിടെ ലൈറ്റ് ഉണ്ട്. ആ, അതിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ ലൈറ്റ് ഉണ്ടോ? അപ്പുറത്തെ ലൈറ്റ് ഉണ്ട്. സൂപ്പർ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇനി നേരെ വീട്ടിലോട്ടാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിൽ പോകില്ല ചാ. ലെറ്റ്സ് ഗോ ടു ഹോം. ബ്ലൂം അടിച്ചോ? അങ്ങനെ വണ്ടി കിട്ടി. അയ്യോ, ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്ന വഴിക്ക്. നല്ല ലേറ്റ് ആയി. കൊച്ചിന് ഭയങ്കര ആഗ്രഹം വീട്ടിൽ തന്നെ മുമ്പേ വണ്ടി കൊണ്ട് കയറ്റുന്നോളൂ. അമ്മ പറഞ്ഞു വേറെ എവിടെയൊക്കെ കയറാന്ന്. ഞാൻ പറഞ്ഞു എങ്ങും കയറുന്നില്ല, നേരെ വീട്ടിൽ വരുവാന്ന് പറഞ്ഞു. നേരെ വീട്ടിൽ വന്ന് വണ്ടി ഇട്ട് വണ്ടി കിടക്കുന്ന നോക്ക്. നല്ല രസമുണ്ടല്ലേ ഇവിടെ കിടക്കുന്ന കാണാൻ. അച്ഛൻ വണ്ടി തിരിഞ്ഞും മറിഞ്ഞും പരിശോധിക്കുകയാണ് സുഹൃത്തുക്കളെ. ഡിക്കിയുടെ സ്പേസ് ഒക്കെ നോക്കുക. ഞാൻ അകത്തോട്ട് കയറി ഇരുന്ന് നോക്കട്ടെ. ഇത് കിടക്കാൻ പറ്റൂ? ഓഹോ, അത് അടച്ചാണ് ചാ. അടച്ചേ, ലോക്കാവോ? ഞാൻ ഡിക്കി കയറി കിടക്കോട്ടെ. അടച്ചേ,
ആ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, കൊള്ളാം. അയ്യോ ശ്വാസം വിട്ടത് തുറ നീ അറിഞ്ഞ ഞാൻ പെട്ടു. അയ്യോ അങ്ങനെ കിടക്കുമ്പോ പേടിയാവും കേട്ടാ, ചെറുതായിട്ട്. ഞാൻ വിചാരിച്ച് ലോക്കായത് മൊത്തത്തിൽ. ആണോ? അയ്യോ അങ്ങനെ ഇച്ചിരി ഇരിക്കുമ്പോ പേടിയാവും. അച്ഛൻ കയറിക്കടാ. അപ്പൊ നമ്മള് നേരെ കുടുംബ വീട്ടിൽ വന്നു കേട്ടോ, എല്ലാരും വണ്ടിയൊക്കെ കാണിക്കാനായിട്ട്. എല്ലാരും വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അതെ, ഇത് അച്ഛന്റെ ചേട്ടനാട്ടോ. വണ്ടി എങ്ങനെ ഉണ്ട്? കേറി ഇരുന്ന് നോക്ക്, ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കേ. സന്തോഷമായി. നമുക്കൊരു റൗണ്ട് കൂടെ പോയിട്ടാ എല്ലാവർക്കും ആയിട്ട്. മൂത്തച്ഛ ഉടുപ്പിടാത്തോണ്ട് ദൂരെ പോയിക്കുന്നു. വണ്ടി നോക്കിയില്ലേ വന്നിട്ട്? കണ്ടാ? ഇഷ്ടപ്പെട്ടാ? കേറി ഇരുന്ന് നോക്കാൻ എന്ത്? ചെവിയിലൊക്കെ എന്തുവാ, ചെമ്പരത്തിയോ? ചിരിക്കുവാ. മൂത്തച്ഛന് ഗുരുദേവന്റെ ഒരു കട്ടില്ലേ, എനിക്ക് എപ്പോഴും തോന്നും ഗുരുദേവന്റെ ഒരു കട്ടോ മൂത്തച്ഛന്. മൂത്തച്ഛൻ ടോർച്ചൊക്കെ അടിച്ചാണ് നോക്കുന്നത് വണ്ടിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. ഹേ ഗായ്സ്, അപ്പൊ നമ്മള് വണ്ടിയൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം ആയിരിക്കാണ് സുഹൃത്തുക്കളെ. ഇന്നലെ പോയി ഫാമിലിയിൽ എല്ലാരെയും വണ്ടിയൊക്കെ കാണിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും അടിപൊളിയാന്ന് പറഞ്ഞു. മൂത്തമ്മയൊക്കെ വണ്ടിയുടെ അകത്ത് കയറിയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. കിടക്കുന്നത് ഷെഡി നോക്കുമ്പോ തന്നെ ഒരു നിറവല്ലേ ഫുള്ള്. ഇങ്ങോട്ടും ബൈക്ക് വെക്കാനുള്ള ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. കറക്റ്റ് 2 വണ്ടി കയറി കിടക്കും. ഇതിന്റെ മുമ്പിൽ ഏത് വണ്ടി കിടന്നാലും ചെറുത് തന്നെ കേട്ടോ. ഇതിന്റെ തലയെടുപ്പും പൊക്കും അത് വേറെ തന്നെയാണ്. അത് വേറൊരു ലുക്കാണ് വണ്ടി. അതിന് ഏത് വണ്ടി കൊണ്ടിട്ടാലും ഇതിന്റെ ലുക്ക് വരില്ല. കറുപ്പും വെള്ളയായി. കാക്കയും കൊക്കും. അതാണ് ഒരു കൊക്ക് അവിടെ കിടപ്പുണ്ട്. വയസ്സായ കൊക്ക്. അപ്പൊ നമുക്ക് അവിടുന്ന് ചെറിയൊരു ഗിഫ്റ്റ് തന്നായിരുന്നു ഇല്ലേമ്മ? എനിക്ക് തോന്നുന്നത് അത് കപ്പായിരിക്കും. സാധാരണ കപ്പ. ഞാൻ പറയുന്നതിനകത്ത് ഒരു മുട്ടായി എങ്കിലും കാണും. കപ്പ് ബേസ്ബോളോ? ഞാൻ പറഞ്ഞില്ലേ കപ്പായിരിക്കുന്നു. കപ്പും ഫ്ലാസ്കും. ആ ഗ്രാൻഡ് വിക്ടോറിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ കേട്ടോ ഇതിനകത്ത്? എഴുതിയിട്ടുണ്ടോ? ആ കപ്പിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഗ്രാൻഡ് വിക്ടോറിയ. കൊള്ളാം കേസ്, നല്ലൊരു കപ്പ്. എനിക്ക് രാവിലെ തൊട്ട് ഇതിനകത്താണ് ചായ. അതെ, ഒരു കാർഡൊക്കെ ഉണ്ട് എങ്ങനെയാണ് ചായ കുടിക്കേണ്ടതെന്നൊക്കെ. ഇതെന്താ മറ്റേ തേയില തന്നോട്ടോ, തേയില ഫ്രീ കിട്ടി നമുക്ക്. കപ്പും തേയില കിട്ടും. ഇതിന്റെ പുഴു കയറാതിരിക്കാനാ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ബൈ.